ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതൊരു കമ്പ്യൂട്ടർ വിഷൻ പ്രൊജക്റ്റാണ്. ഈ കാണുന്ന രീതിയിലുള്ള ഒരു AI ഫിംഗർ കൗണ്ടിങ് പ്രൊജക്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇതിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള പാക്കേജ് എന്ന് പറയുന്നത് OpenCV പാക്കേജ് ഉപയോഗിച്ചിട്ടുണ്ട്, OpenCV പൈത്തോൺ, അതുപോലെ നമ്മൾ മീഡിയ പൈപ്പ് എന്ന് പറയുന്ന പാക്കേജ് ഉപയോഗിച്ചിട്ടുണ്ട്. സോ ഇത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലെ എത്ര വിരലുകളാണ് നമ്മൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു വാല്യൂ നമുക്കിവിടെ സൈഡിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ 5 വിരലും പൊക്കി പിടിച്ചിട്ടുണ്ട്. സോ ഞാൻ ഓരോന്ന് ക്ലോസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു വാല്യൂ നമുക്ക് നമ്മുടെ ക്യാമറയിൽ സ്ക്രീനിൽ കാണാൻ സാധിക്കും. സോ കംപ്ലീറ്റ് എല്ലാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ 0 ലഭിക്കും. ഓരോന്നും ഓപ്പൺ ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു വാല്യൂ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉപയോഗിച്ചിട്ടുള്ളത് OpenCVയും അതുപോലെ മീഡിയ പൈപ്പ് എന്ന് പറയുന്ന 2 പാക്കേജസ് ആണ്. OpenCVയുടെ ട്യൂട്ടോറിയൽ ഓൾറെഡി നമ്മുടെ ചാനലിലുണ്ട്. അതുപോലെ മീഡിയ പൈപ്പിനെ കുറിച്ചിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഈ 2 കാര്യങ്ങളും നിങ്ങൾക്ക് 2 വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ്. സോ നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ നമ്മൾ ഈ കാണുന്ന രീതിയിലുള്ള ഈ ഒരു കമ്പ്യൂട്ടർ വിഷൻ പ്രൊജക്റ്റ് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. കുറച്ച് ലെങ്തി വീഡിയോ ആണ്, നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. സോ നമുക്ക് കൂടുതൽ സമയം കളയാതെ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്ക് VS കോഡ് ഓപ്പൺ ചെയ്യാം. സോ നമുക്ക് ആദ്യം നമ്മുടെ പാക്കേജസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. സോ നമ്മളിവിടെ ഉപയോഗിക്കുന്ന പാക്കേജസ് നമുക്ക് പിപ്പ് ഇൻസ്റ്റാൾ OpenCV, നമുക്ക് ഇതാദ്യം ഇൻസ്റ്റാൾ ചെയ്യണം. OpenCV നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ മീഡിയ പൈപ്പ് ഇതുപോലെ കൊടുത്ത ശേഷം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പാക്കേജസ് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. സോ ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് അതിപ്പോൾ ഇവിടെ എൻ്റർ ചെയ്യുന്നില്ല. ഇൻ്റർനെറ്റ് കണക്ട് ചെയ്തതിന് ശേഷം മാത്രം ഇത് ചെയ്യുക. അപ്പോൾ നമ്മുടെ പാക്കേജസ് ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. ഒരിക്കൽ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പാക്കേജസ് ഇമ്പോർട്ട് ചെയ്യാം. സോ നമ്മളിവിടെ ഉപയോഗിക്കുന്ന പാക്കേജ് നമ്മൾ OpenCV ഉപയോഗിക്കുന്നുണ്ട്. ഇമ്പോർട്ട് CV2 ആസ് CV. ആദ്യം നമുക്ക് OpenCV ഇമ്പോർട്ട് ചെയ്യണം. അതിനുശേഷം നമുക്ക് മീഡിയ പൈപ്പിലെ ഹാൻഡ് ലാൻഡ്മാർക്ക് ഡിറ്റക്ഷൻ്റെ ആ ഒരു പാക്കേജസ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം. സോ നമ്മൾ ഇമ്പോർട്ട് മീഡിയ പൈപ്പ് .python.solutions.hands ആസ് നമ്മൾ MP മീഡിയ പൈപ്പ് ഹാൻഡ്സ് എന്ന ഏലിയാസിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഡ്രോ ചെയ്യുന്നതിന് നമ്മുടെ ആ ഒരു കൈയുടെ മുകളിൽ നമ്മൾ ഡ്രോ ചെയ്യുന്നതിനുള്ള പാക്കേജ് കൂടി ഇമ്പോർട്ട് ചെയ്യുന്നു, മോഡ്യൂൾ കൂടി ഇമ്പോർട്ട് ചെയ്യുന്നു. മീഡിയ പൈപ്പ് .python.solutions.drawing utils ആസ് ഡ്രോയിങ് എന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. സോ ഈ 3 മോഡ്യൂളാണ് നമുക്ക് വേണ്ടത്. OpenCV, അതുപോലെ പൈത്തോണിലെ ഹാൻഡ്സും അതുപോലെ ഡ്രോയിങ് യൂട്ടിൽസും. ഇതാണ് നമ്മുടെ പാക്കേജസ്. സോ ഫസ്റ്റ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ ക്യാമറ സെറ്റപ്പ് ചെയ്യണം. സോ നമുക്ക് ക്യാമറ സെറ്റപ്പ് എന്ന് കൊടുക്കാം. ക്യാമറ സെറ്റപ്പ്. സോ ഇതിൽ നമ്മൾ OpenCV ആണ് ഉപയോഗിക്കുന്നത്. സോ നമ്മളിവിടെ ഒരു ക്യാമറ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ നമുക്ക് ക്യാമറ ക്യാപ്ചർ ചെയ്യുന്നതിന് CV.VideoCapture എന്ന് പറയുന്ന ക്ലാസ് ഉപയോഗിക്കാം. സോ ഇതിൽ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ക്യാമറ ഇൻഡെക്സ് നമ്പർ ആണ്. സോ നമ്മുടെ ബിൽറ്റ് ഇൻ ക്യാമറയാണ്, നമ്മുടെ വെബ് ക്യാമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ലാപ്ടോപ്പിലെ തന്നെ ബിൽറ്റ് ഇൻ ക്യാമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് 0 കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എക്സ്റ്റേണൽ ക്യാം ആണെങ്കിൽ നമുക്ക് ഇതുപോലെ 1, 2 ആ ഒരു രീതിയിൽ കൊടുക്കാം. സോ ഞാനിവിടെ ഉപയോഗിക്കുന്നത് എൻ്റെ ലാപ്ടോപ്പിലെ തന്നെ ക്യാമറയാണ്, അതുകൊണ്ട് ഞാൻ 0 കൊടുക്കുന്നു. ശേഷം നമുക്കൊരു വൈൽ ലൂപ്പിനുള്ളിലാണിത് നമ്മൾ കൊടുക്കുന്നത്. കാരണം നമുക്ക് വീഡിയോയാണ്, ഓരോ ഫ്രെയിമും ക്യാപ്ചർ ചെയ്തിട്ടാണ് ഇത് നമുക്ക് വീഡിയോ ആയിട്ട് കാണിച്ചു തരുന്നത്. സോ ഇതെല്ലാം നമ്മൾ OpenCVയുടെ ട്യൂട്ടോറിയൽ നമ്മൾ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. സോ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ട്യൂട്ടോറിയൽ കാണാവുന്നതാണ്. ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ക്യാമറ ഒബ്ജക്റ്റ് ഉപയോഗിച്ചിട്ട് റീഡ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, റീഡ്. സോ ഇത് നമുക്ക് തരുന്നത് 2 വാല്യൂ ആയിരിക്കും. ഒന്ന് സക്സസ്, നമ്മുടെ ക്യാമറ നമുക്ക് ഫ്രെയിംസ് കിട്ടുന്നുണ്ടെങ്കിൽ, ക്യാമറ ഓൺ ആണെങ്കിൽ നമുക്ക് സക്സസ് ട്രൂ ആയിരിക്കും. അതുപോലെ നമുക്ക് നമ്മുടെ ഫ്രെയിമാണ് നമുക്ക് രണ്ടാമതായി ലഭിക്കുന്ന വാല്യൂ. സോ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ നമ്മുടെ എന്തെങ്കിലും കാരണത്താൽ നമ്മുടെ ക്യാമറ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാം ക്രാഷ് ആവരുത്. സോ അതുകൊണ്ട് നമ്മളൊരു ഇഫ് നോട്ട് സക്സസ്, നമ്മളൊരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു. ഇഫ് നോട്ട് സക്സസ്, എന്തെങ്കിലും കാരണവശാൽ ക്യാമറ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമുക്കൊരു എറർ മെസ്സേജ് നമുക്ക് ലഭിക്കണം. ക്യാം നോട്ട് ഡിറ്റക്റ്റഡ് എന്ന് ഇതുപോലെ നമുക്കൊരു മെസ്സേജ് ലഭിക്കണം. അതിനുശേഷം നമുക്കൊരു കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് കൂടി കൊടുക്കാം, കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ്. സോ എല്ലാം ഓക്കെ ആണെങ്കിൽ, നമ്മുടെ ക്യാമറ എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു ക്യാമറ നമുക്ക് ഷോ ചെയ്യിക്കണം. സോ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് CV.imShow എന്ന് പറയുന്ന ഫംഗ്ഷനാണ്, imShow. സോ ഇതിനുള്ളിൽ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് നമ്മുടെ
വിൻഡോ നെയിം ആണ്. സോ നമ്മളിവിടെ AI ഫിംഗർ കൗണ്ടിങ് എന്ന് കൊടുക്കുന്നു. അതിനുശേഷം നമ്മുടെ ഏത് ഫ്രെയിമാണ് നമ്മൾ കാണിക്കുന്നത് ആ ഒരു ഫ്രെയിം നെയിം, നമുക്ക് ലഭിക്കുന്ന ഫ്രെയിം എന്ന് പറയുന്ന വേരിയബിളാണ്. സോ നമ്മുടെ ആ ഒരു ഇമേജ് ആയിരിക്കും ഇതിൽ കാണിക്കുക. സോ നമ്മളിവിടെ ആ ഫ്രെയിം എന്ന് പറയുന്ന വേരിയബിൾ ഇവിടെ കൊടുക്കുന്നു. അതിനുശേഷം നമ്മുടെ പ്രോഗ്രാം എക്സിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഡ് കൂടി നമുക്ക് കൊടുക്കാം. ഇഫ് cv.wait key ഇതിനുള്ളിൽ നമ്മൾ 1 കൊടുക്കുക. 1 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 1 മില്ലി സെക്കൻഡ് ആണ്. സോ ഈക്വൽ ടു ഓർഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ ഇതിനുള്ളിൽ ഇതുപോലെ Q എന്ന് പറയുന്ന ലെറ്റർ കൊടുക്കുക. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കീബോർഡിൽ നമ്മൾ Q എന്ന് പറയുന്ന ലെറ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ പ്രോഗ്രാം എക്സിറ്റ് ആവുകയുള്ളൂ. ഓക്കെ, ബാക്കി ഏത് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. സോ Q പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം എക്സിറ്റ് ആവും. സോ എക്സിറ്റ് ചെയ്യുന്നതിന് നമ്മൾ ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് കൂടി കൊടുക്കുന്നു. അവസാനം വരുന്നു നമ്മുടെ സെമിക്കോളൻ്റെ ആവശ്യമില്ല. സോ അവസാനം വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ക്യാമറ റിലീസ് ചെയ്യാം. സോ നമ്മൾ അതിന് ഉപയോഗിക്കുന്നത് cam.release എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. അതുപോലെ അവസാനമായി നമുക്ക് cv.destroy all windows, നമ്മുടെ എല്ലാ വിൻഡോസും ഡിസ്ട്രോയ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മൾ അതും ആ ഒരു ഫംഗ്ഷനും കോൾ ചെയ്യുന്നു, സേവ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ടെർമിനൽ ഓപ്പൺ ചെയ്ത് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ python main.py നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യാം. സോ എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ക്യാമറ ഓൺ ആവുന്നതായിരിക്കും. സോ നമുക്ക് നമ്മുടെ ഹാൻഡ് ഇതുപോലെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ ക്യാമറ സെറ്റപ്പ് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കൊടുത്ത വിൻഡോ ഹെഡിങ് എല്ലാം നമുക്കിവിടെ വിൻഡോ ടൈറ്റിൽ നമുക്കിവിടെ വിൻഡോയിൽ കാണാൻ സാധിക്കും. സോ ഇപ്പോൾ നമ്മുടെ ക്യാമറ നമ്മൾ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഫിംഗർ കൗണ്ടിങ് കാര്യങ്ങൾ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ ഇനി നമുക്ക് വേണ്ടത് 2 സ്റ്റെപ്പ് കൂടിയുണ്ട്. ആദ്യം നമുക്ക് ലാൻഡ് മാർക്സ് ലഭിക്കണം, ഓരോ പോയിന്റും ലഭിക്കണം. അതുപോലെ നമുക്ക് വേണ്ടത് പിന്നെ അതിൻ്റെ കൗണ്ടിങ് ആണ്. ഓരോ വാല്യൂ നമ്മൾ ഇതുപോലെ പൊക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള നമ്പർ അവിടെ ലഭിക്കണം. ഈ കാര്യങ്ങളാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ആ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ കീബോർഡിൽ Q പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം എക്സിറ്റ് ആവുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ഹാൻഡ് ലാൻഡ് മാർക്സ് ലഭിക്കണം. സോ നമുക്ക് ഫൈനലി ആയിട്ട് ലഭിക്കേണ്ടത് ഈ ഒരു രീതിയിലാണ്. ഒരു ലിസ്റ്റിനുള്ളിൽ നമുക്ക് നമ്മുടെ 21 പോയിൻറ്റ്സ്, സോ നമ്മുടെ ഹാൻഡ് നമ്മുടെ ക്യാമറയിൽ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഇത്രയും ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഇത്രയും പോയിൻറ്റ് 0 മുതൽ 20 വരെ, അതായത് 21 പോയിൻറ്റ്സ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ അതിനെ നമുക്കിതുപോലെ ഒരു ലിസ്റ്റിനുള്ളിൽ നമുക്ക് വേണം. ഓരോന്നിൻ്റെയും ഐഡിയും അതിൻ്റെ X കോർഡിനേറ്റ്സും Y കോർഡിനേറ്റ്സും ഈ ഒരു ഫംഗ്ഷനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമുക്ക് ഫൈനലി വേണ്ടത്. സോ നമ്മൾ 8 എന്ന് പറയുന്ന ഭാഗം നമ്മുടെ ഇൻഡെക്സ് ഫിംഗറിൻ്റെ ഈ ഒരു ടോപ്പ് ഭാഗം നമുക്ക് 8 നോക്കിയാൽ കാണാം. അതിൻ്റെ X കോർഡിനേറ്റ്സ് അതുപോലെ Y കോർഡിനേറ്റ്സ് ഈ ഒരു സംഭവമാണ് നമുക്ക് വേണ്ടത്. ഇത് കിട്ടണമെങ്കിൽ നമുക്ക് ലഭിക്കുക ഈ ഒരു രീതിയിലുള്ളൊരു ഡിക്ഷണറി ലിസ്റ്റ് ആയിരിക്കും. സോ ലാൻഡ് മാർക്ക് എന്നുണ്ടായിരിക്കും, അതുപോലെ അതിൻ്റെ X കോർഡിനേറ്റ്സും അതുപോലെ Y കോർഡിനേറ്റ്സും ഉണ്ടായിരിക്കും. ഇത് നോർമലൈസ് ചെയ്തിട്ടുള്ളൊരു വാല്യൂ ആയിരിക്കും, അതായത് 0-നും 1-നും ഇടയിലായിരിക്കും. ആക്ച്വലി നമുക്ക് 3 ഡയമെൻഷണൽ കോർഡിനേറ്റ്സ് ആണ് നമുക്ക് ലഭിക്കുക. സോ നമുക്കിവിടെ Z കോർഡിനേറ്റ്സ് നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് നമ്മളത് ഒഴിവാക്കുന്നു. സോ നമുക്ക് വേണ്ടത് XY കോർഡിനേറ്റ്സ് ആണ്. സോ ഇപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ ഫ്രെയിം എന്ന് വെക്കുക. സോ നമ്മൾ നമ്മുടെ ക്യാമറയിൽ ഇതുപോലെ നമ്മുടെ ഹാൻഡ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സോ നമ്മുടെ ക്യാമറയുടെ ലെഫ്റ്റ് ടോപ്പ് കോർണർ 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. സോ അതിൻ്റെ X ആക്സിസ് നമ്മൾ റൈറ്റിലോട്ട് വരികയാണെങ്കിൽ ഈ ഒരു ടോപ്പ് റൈറ്റ് കോർണർ 1-ലായിരിക്കും അവസാനിക്കുക. അതുപോലെ താഴോട്ട് പോവുകയാണെങ്കിൽ Y ആക്സിസ് ഏറ്റവും ലെഫ്റ്റ് ബോട്ടം കോർണർ നമുക്ക് 1-ലായിരിക്കും അവസാനിക്കുക. സോ ഇതിൻ്റെ ഏത് ഭാഗത്തും നമ്മളിതുപോലെ കൈ കാണിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പോയിൻറ്റ്, നമ്മളിപ്പോൾ ഒരു 5 എന്ന് പറയുന്ന പോയിൻ്റ് എടുക്കുകയാണെങ്കിൽ ആ ഒരു ലാൻഡ് മാർക്ക് നമുക്ക് ഇതുപോലെ XYZ കോർഡിനേറ്റ്സ് 3 ഡയമെൻഷണൽ കോർഡിനേറ്റ്സ് ലഭിക്കുന്നതായിരിക്കും. പക്ഷേ നമുക്ക് ലഭിക്കുന്ന വാല്യൂ 0-നും 1-നും ഇടയിലുള്ള വാല്യൂ ആയിരിക്കും XY കോർഡിനേറ്റ്സ്. സോ നമുക്കതിനെ നമ്മുടെ യഥാർത്ഥ ഫ്രെയിമിലോട്ട് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ ഉള്ളത് നമുക്ക് 648:433 എന്ന് പറയുന്നത് ഇതിൻ്റെ ഒറിജിനൽ ഫ്രെയിം സൈസാണ്. സോ അതിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് അവസാനം ലഭിക്കേണ്ടത് ഇതുപോലെ ഐഡിയും അതുപോലെ അതിൻ്റെ X കോർഡിനേറ്റ്സും Y കോർഡിനേറ്റ്സുമാണ്. സോ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് കോഡിൽ വരാം. VS കോഡിൽ വന്നതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗെറ്റ് ആൻഡ് ലാൻഡ് മാർക്സ് എന്നാണ്. ഗെറ്റ് ആൻഡ് ലാൻഡ് മാർക്സ്. സോ ലാൻഡ് മാർക്സ് കിട്ടിയാൽ മാത്രമേ ബാക്കിയുള്ള കൗണ്ടിങ്ങും കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ നമ്മൾ ആദ്യം ഇവിടെ ചെയ്യുന്നത് നമ്മളൊരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുകയാണ്. ഡിഫൈൻ ഗെറ്റ് ആൻഡ് ലാൻഡ് മാർക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഈ ഫംഗ്ഷനിൽ നമ്മൾ 2 ആർഗ്യുമെൻറ്റ് നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. സോ നമ്മുടെ ഇമേജാണ് നമ്മുടെ
നമ്മൾ കാണിക്കുന്ന കൈയിൻ്റെ ക്യാമറയുടെ ഇമേജ് നമുക്ക് പാസ് ചെയ്യണം. അതുപോലെ ഡ്രോ എന്ന് പറയുന്ന ഒരു വാല്യൂ. ഇത് നമുക്ക് ട്രൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ നമ്മുടെ ഹാൻഡിന് മുകളിൽ ഇതുപോലെ ഡ്രോ ചെയ്ത് ലഭിക്കുന്നതായിരിക്കും മുഴുവൻ പോയിൻറ്റും. അതിനുശേഷം നമുക്ക് ഫാൾസ് ആണെങ്കിൽ നമുക്ക് ഡ്രോ ചെയ്യുന്നത് കാണിക്കില്ല, ഈ ഡ്രോയിങ് നമുക്ക് കാണിക്കുന്നതായിരിക്കില്ല, ഈ ലൈനും കാര്യങ്ങളൊന്നും കാണിക്കുന്നതായിരിക്കില്ല. സോ അതിനുവേണ്ടി നമ്മൾ ഡ്രോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി കൊടുക്കുന്നു. സോ നമ്മളിതിനുള്ളിൽ നമ്മൾ ജസ്റ്റ് പ്രിൻറ്റ് ഹലോ എന്ന് കൊടുക്കാം. സോ നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. പ്രിൻറ്റ് ഹലോ എന്ന് കൊടുക്കുന്നു. പ്രിൻറ്റ് ഹലോ എന്ന് കൊടുക്കുന്നു. നമുക്ക് നമ്മുടെ താഴെ വരെ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്ത് നോക്കാം. ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് കോൾ ചെയ്യാം, ഗെറ്റ് ഹാൻഡ് ലാൻഡ് മാർക്സ്. സോ ഇമേജ് ഫ്രെയിം എന്ന് കൊടുക്കുന്നു, ഇമേജ് ഫ്രെയിം, അതുപോലെ കോമ, അതിനുശേഷം ഡ്രോ നമ്മൾ ട്രൂ കൊടുക്കുന്നു. സോ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ കൊടുക്കുകയാണ്. അതിനുശേഷം സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. സോ നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. സോ നമുക്ക് നമ്മുടെ കൈ ഇവിടെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാം, നമുക്കിവിടെ ഹലോ എന്ന് പറയുന്ന വാല്യൂ ലഭിക്കുന്നതായിരിക്കും. ഇവിടെ നോക്കിയാൽ കാണാം, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ഹലോ എന്ന് പറയുന്ന വാല്യൂ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത് വരുന്നത് നമ്മുടെ മുകളിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ഫംഗ്ഷനിൽ നിന്നാണ്. സോ നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് കൊടുക്കാം. സോ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമുക്കൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ ലാൻഡ്മാർക്ക് ലിസ്റ്റ് സ്റ്റോർ ചെയ്യുന്നതിനുള്ളൊരു ലിസ്റ്റ്. സോ ആ ലിസ്റ്റിന് നമ്മൾ LM ലിസ്റ്റ് എന്ന് പേര് കൊടുക്കാം. LM ലിസ്റ്റ് ഈക്വൽ ടു നമ്മളൊരു empty ലിസ്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇനി നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ മീഡിയ പൈപ്പിൽ MP ഹാൻഡ്സ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഉപയോഗിച്ച് ആ ഒരു മോഡ്യൂളാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അതിലൊരു നമുക്കൊരു ഒബ്ജക്റ്റ് ഹാൻഡ്സ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഹാൻഡ്സ് ഈക്വൽ ടു നമുക്ക് ആ മോഡ്യൂൾ ആക്സസ് ചെയ്യാം. MP ഹാൻഡ്സ് ഡോട്ട് ഹാൻഡ്സ് എന്ന് പറയുന്ന ആ ഒരു ക്ലാസ്സിലാണ് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇതിൽ നമുക്ക് പ്രധാനമായും കൊടുക്കേണ്ടത് 3 കാര്യങ്ങളാണ്. സോ നമുക്ക് സ്റ്റാറ്റിക് ഇമേജ് മോഡ് നമ്മൾ കൊടുക്കേണ്ടത് ഫാൾസ് ആണ്. കാരണം നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് വീഡിയോ ആണ്, അതുകൊണ്ട് നമ്മളത് ഫാൾസ് കൊടുക്കുന്നു. സോ നമ്മൾ സ്റ്റാറ്റിക് ഒരു ഇമേജാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ട്രൂ കൊടുക്കുക. അതിനുശേഷം മാക്സിമം നമ്പർ ഓഫ് ഹാൻഡ്സ്. ഇപ്പോൾ നമുക്ക് 2 ഹാൻഡ്സ് ആണ് കാണിക്കുന്നതെങ്കിൽ നമുക്ക് 2 കൊടുക്കാം. സോ 2 കൈയും ഡിറ്റക്ട് ചെയ്യുന്നതായിരിക്കും. 1 ആണെങ്കിൽ നമുക്ക് 1 കൊടുക്കാം. സോ നമ്മളിപ്പോൾ തൽക്കാലം 1 ആണ് കൊടുക്കുന്നത്. സോ നമുക്ക് ഒരു ഹാൻഡ് മാത്രമേ ഡിറ്റക്ട് ചെയ്യുകയുള്ളൂ. സോ നമ്മൾ 2 കൈ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാലും ഒരു കൈ മാത്രമേ ഡിറ്റക്ട് ആവുകയുള്ളൂ. മൂന്നാമതായി കൊടുക്കേണ്ട വാല്യൂ മിനിമം ഡിറ്റക്ഷൻ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. സോ നമുക്കൊരു 0-നും 1-നും ഇടയിൽ കൊടുക്കാം. സോ നമുക്ക് ഏകദേശം നല്ലൊരു റിസൾട്ട് ലഭിക്കണമെങ്കിൽ ഒരു 0-നും 0.5-നും 0.8-നും ഇടയിൽ കൊടുക്കാം. സോ 0.7. സോ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ പ്രവർത്തിക്കുന്നതെന്ന് നോക്കുക, അതിനനുസരിച്ച് കൊടുക്കുക. 0.7 കൊടുത്താൽ നമുക്ക് നല്ലൊരു റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും. സോ ഞാനിവിടെ 0.7 കൊടുക്കുന്നു. സോ അതിനുശേഷം നമുക്ക് മറ്റൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. ഹാൻഡ്സ് ഡിറ്റക്റ്റഡ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ, ഹാൻഡ്സ് ഡിറ്റക്റ്റഡ് ഈക്വൽ ടു. സോ ഇതിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഡിറ്റക്റ്റ് ചെയ്ത ഹാൻഡ് ലാൻഡ്മാർക്ക് സ്റ്റോർ ചെയ്യുന്നതിനുള്ള വേരിയബിളാണ്. സോ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഹാൻഡ്സ് എന്ന് പറയുന്ന ഈ ഒരു ഒബ്ജക്റ്റ് ഉപയോഗിച്ച് ഹാൻഡ്സിലെ പ്രോസസ്സ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിനുള്ളിൽ നമ്മുടെ ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലാൻഡ്മാർക്സ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് ഇപ്പോൾ നമ്മുടെ ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. സോ നമ്മുടെ മീഡിയ പൈപ്പ് ഉപയോഗിക്കുന്നത് RGB കളർ ഫോർമാറ്റിലുള്ള ഇമേജാണ്. സോ നമ്മുടെ OpenCV ഉപയോഗിക്കുന്നത് BGRലുള്ളതാണ്. സോ നമുക്കതിനെ RGBയിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. സോ അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇപ്പോൾ ഈ ഒരു ഇമേജിൽ ഉണ്ടായിരിക്കുക BGR ഇമേജ് ആയിരിക്കും. കാരണം നമ്മൾ OpenCV ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഇമേജ് ക്യാപ്ചർ ചെയ്യുന്നത്. സോ അതിനെ നമുക്ക് RGBയിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. സോ നമ്മളുടെ ഫ്രെയിം RGB എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ CV.CVT കളർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാം. അതിനുശേഷം നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന ഇമേജ് എന്ന് പറയുന്നത് IMG എന്ന് പറയുന്ന ഇമേജാണ്. അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് CV.color BGR to RGB എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഇവിടുന്ന് സെലക്ട് ചെയ്യുക, BGR to RGB. ഇപ്പോൾ നമ്മുടെ ഫ്രെയിം RGBയിൽ നമ്മുടെ RGB ഈ കളർ സ്പേസിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഇമേജ് ഉണ്ടായിരിക്കും. സത്യം നമ്മൾ ഈ hands.process എന്ന് പറയുന്ന ഫംഗ്ഷനുള്ളിൽ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ആ ഒരു ഇമേജ് ഇവിടെ പാസ് ചെയ്യുക, ഫ്രെയിം RGB. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹാൻഡ്സ് ഡിറ്റക്റ്റഡിൽ നമ്മുടെ ലാൻഡ്മാർക്സ് ഉണ്ടായിരിക്കും. സോ നമുക്ക് ഒരുപാട് ലാൻഡ്മാർക്സ് നമുക്ക് 21 ലാൻഡ്മാർക്സ് ആണ് ഉണ്ടായിരിക്കുക. ഇവിടെ നോക്കിയാൽ കാണാം നമുക്ക് 0-നും 20-നും ഇടയിലുള്ള 21 പോയിൻറ്റ്സ് നമുക്കിതുപോലെ ലഭിക്കുന്നതായിരിക്കും. സോ അതിന് നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫോർ ലൂപ്പ് എല്ലാം ഉപയോഗിക്കണം. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഹാൻഡ് ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലാൻഡ്മാർക്സ് ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, സോ നമ്മളിവിടെ ഇഫ് ഹാൻഡ്സ് ഡിറ്റക്റ്റഡ് ഡോട്ട് മൾട്ടി ഹാൻഡ് ലാൻഡ് മാർക്സ് ഇങ്ങനെ തന്നെ കൊടുക്കുക. മൾട്ടി ഹാൻഡ് ലാൻഡ് മാർക്സ് ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോ നമുക്കത് പ്രിൻറ്റ് ചെയ്യണം. സോ ഫോർ
ഫോർ ലാൻഡ് മാർക്സ് നമുക്കറിയാം 21 ലാൻഡ് മാർക്സ് ഉണ്ടായിരിക്കും. ഇത്രയും ഭാഗം നമ്മൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്യുക. ഹാൻഡ്സ് ഡിറ്റക്റ്റഡ് ഡോട്ട് മൾട്ടി ഹാൻഡ് ലാൻഡ് മാർക്സ് ഇൻ ഹാൻഡ് ഡിറ്റക്റ്റഡ് ഡോട്ട് മൾട്ടി ഹാൻഡ് ലാൻഡ് മാർക്സ്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്രിൻറ്റ് ലാൻഡ് മാർക്ക് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. സോ ഇങ്ങനെ നമ്മുടെ ഹാൻഡ് ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഹാൻഡ് ലാൻഡ് മാർക്സ് ഇവിടെ പ്രിൻ്റ് ആവുന്നതായിരിക്കും. ഇത്രയും കൊടുത്ത ശേഷം നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമുക്ക് പ്രോഗ്രാം ഒന്ന് നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ ഇപ്പോൾ നമ്മുടെ കൈ ഇവിടെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ താഴെ നോക്കിയാൽ നമ്മുടെ ടെർമിനൽ നോക്കിയാൽ കാണാം നമ്മുടെ ലാൻഡ് മാർക്സ് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാവുന്നതാണ്. നമ്മുടെ ലാൻഡ് മാർക്സ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ലാൻഡ് മാർക്സ് നമുക്ക് ഇനീഷ്യലായി ലഭിച്ചു കഴിഞ്ഞു. സോ ഇതിനെ നമുക്കിപ്പോൾ ലഭിച്ചത് ലാൻഡ് മാർക്ക്, അതുപോലെ അതിൻ്റെ എക്സ് കോർഡിനേറ്റ്സ്, വൈ കോർഡിനേറ്റ്സ്, ഇസഡ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. സോ 0നും 1നും ഇടയിലാണ്. സോ നമുക്ക് നോർമലൈസ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ്. അതിനെ നമുക്ക് ഒറിജിനൽ വാല്യൂലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഇതുപോലെയുള്ളൊരു വാല്യൂ ആണ്, ലാൻഡ് മാർക്ക് എക്സ്, വൈ. സോ ഇതിനെ നമ്മുടെ ഈ ഒരു രീതിയിലോട്ട് നമുക്ക് വേണം. സോ നമുക്ക് വേണ്ടത് ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. 0, അതായത് നമ്മുടെ ലാൻഡ് മാർക്ക് ID 0 എന്ന് പറയുന്നത് ഈ പോയിൻ്റാണ്. അതുപോലെ 1 ആണെങ്കിൽ ഈ പോയിൻ്റാണ്. അങ്ങനെ നമുക്ക് 20 പോയിൻ്റ് ഉണ്ടായിരിക്കും. 20 പോയിൻറ്റും അതിൻ്റെ XY കോർഡിനേറ്റ്സും നമുക്ക് വേണം. അതെങ്ങനെ നമുക്ക് ലഭിക്കുമെന്ന് നോക്കാം. സോ അതിനുശേഷം നമുക്കിതിനെ ഇതുപോലെ ഒരു അറയിലോട്ട് കൺവേർട്ട് ചെയ്യാം. സോ നമുക്ക് നമ്മുടെ VS കോഡിൽ വരാം. സോ നമുക്ക് തൽക്കാലം ടെർമിനൽ ക്ലോസ് ചെയ്യാം. ഇവിടെ വന്നതിന് ശേഷം നമ്മൾ പ്രിൻറ്റ് ചെയ്ത ഭാഗം നമുക്ക് കമൻറ്റ് ചെയ്യാം. നമുക്ക് തൽക്കാലം ആവശ്യമില്ല. സോ നമുക്ക് ലാൻഡ് മാർക്സ് കിട്ടുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. സോ ഇതിന് നമുക്ക് ഇതിൻ്റെ ID നമുക്ക് ലഭിക്കണം. സോ നമ്മളിവിടെ ഫോർ ID, LM ഇൻ എന്നുമറേറ്റ്. സോ ഇവിടെ നമ്മൾ എന്നുമറേറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്. സോ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡെക്സോട് കൂടി നമ്മുടെ വാല്യൂ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഇൻഡെക്സ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ ID ആയിരിക്കും. ഇവിടെ നോക്കിയാൽ കാണാം നമുക്കതിൻ്റെ ഓരോ ലാൻഡ് മാർക്സിൻ്റെ IDയും അതുപോലെ നമുക്ക് XY കോർഡിനേറ്റ്സും വരും. അതിനാണ് നമ്മുടെ എന്നുമറേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ആ ഒരു ലിസ്റ്റ് ഓഫ് വാല്യൂസിനെ നമുക്ക് IDയും അതുപോലെ അതിൻ്റെ നമുക്ക് ഏതൊക്കെ വാല്യൂ ആണ് വേണ്ടത് ആ ഒരു വാല്യൂലോട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് IDയും LM, അതായത് നമ്മുടെ ലാൻഡ് മാർക്സ് ആണ്. സോ നമുക്ക് എനുമറേറ്റ് ഫംഗ്ഷനുള്ളിൽ കൊടുക്കേണ്ടത് LM ഡോട്ട് ലാൻഡ് മാർക്സ് ഇങ്ങനെ കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്ക് പ്രിൻറ്റ് അതുപോലെ നമ്മുടെ ID പ്രിൻറ്റ് ചെയ്യാം. അതുപോലെ നമ്മുടെ ലാൻഡ് മാർക്ക് LM പ്രിൻറ്റ് ചെയ്യാം. പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നോക്കിയാൽ കാണാം നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കണം. നമ്മുടെ IDയും അതുപോലെ XY കോർഡിനേറ്റ്സും ലഭിക്കണം. സോ ഒരു ID ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ എനുമറേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചത്. ഇത്രയും കൊടുത്ത ശേഷം നമുക്ക് നമ്മുടെ പ്രോഗ്രാം ഒന്നും കൂടി റൺ ചെയ്ത് നോക്കാം. സോ നമുക്ക് വേണ്ടത് IDയും അതുപോലെ ലാൻഡ് മാർക്ക് IDയും അതുപോലെ അതിൻ്റെ XY Z കോർഡിനേറ്റ്സ് നമുക്ക് ലഭിക്കണം. സോ റൺ ചെയ്ത് നമുക്കൊരു എറർ വന്നിട്ടുണ്ട്. സോ നമുക്ക് വന്ന എറർ എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ എനുമറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ റോങ്ലി LM എന്നാണ് കൊടുത്തത്. നമ്മൾ കൊടുക്കേണ്ടത് ലാൻഡ് മാർക്സ് എന്നാണ്. ലാൻഡ് മാർക്സ്. സോ നമ്മളിവിടെ ലാൻഡ് മാർക്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ മുകളിൽ ലാൻഡ് മാർക്സ് എന്നാണ്. സോ നമ്മൾ അതുകൊണ്ട് തന്നെ ഇവിടെയും നമുക്ക് ലാൻഡ് മാർക്സ് എന്ന് തന്നെ തൽക്കാലം കൊടുക്കാം, ലാൻഡ് മാർക്സ്. സോ ഈ ലാൻഡ് മാർക്സിലെ വാല്യൂ ആണ് നമ്മൾ എനുമറേറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ലാൻഡ് മാർക്സ് എന്ന് തന്നെ കൊടുക്കണം. ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മുകളിൽ കൊടുത്തതുകൊണ്ടാണ് ഇവിടെയും നമ്മൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കോട് കൂടി കൊടുക്കുന്നത്. ഇത്രയും കൊടുത്ത ശേഷം നമുക്ക് സേവ് ചെയ്യാം. നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. വീണ്ടും നമുക്ക് എറർ വന്നിട്ടുണ്ട്, ലാൻഡ് മാർക്ക്. ഓക്കെ, നമുക്ക് മുകളിൽ പോയി നോക്കാം. നമുക്ക് വരേണ്ടത് നമ്മൾ എനുമറേറ്റ് ചെയ്യുന്ന വാല്യൂ ലാൻഡ് മാർക്കാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു എസിൻ്റെ ആവശ്യമില്ല. സോ ലാൻഡ് മാർക്സ് ഡോട്ട് ലാൻഡ് മാർക്ക് എന്നാണ് വേണ്ടത്. സോ അവിടെ നമുക്ക് 2 എറർ ഉണ്ടായിരുന്നു. സോ നമ്മൾ ലാൻഡ് മാർക്ക് എന്നാണ്, ഡോട്ട് ലാൻഡ് മാർക്ക് എന്നാണ്, എസ് ഇല്ല. മുകളിൽ നമുക്ക് ലാൻഡ് മാർക്സ് എന്നുണ്ട്. സോ അതുകൊണ്ട് നമ്മളിവിടെ ലാൻഡ് മാർക്സ് ഡോട്ട് ലാൻഡ് മാർക്സിലെ ഈ ലാൻഡ് മാർക്കാണ് നമ്മൾ എനുമറേറ്റ് ചെയ്യുന്നത്. സോ ഇത്രയും കൊടുത്തുകൊണ്ട് നമ്മൾ അതും കറക്റ്റ് ചെയ്ത് നമുക്കൊന്നുകൂടി നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ റിസൾട്ട് നമ്മുടെ ടെർമിനലിൽ ലഭിക്കുന്നുണ്ട്. സോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഏത് തരത്തിലുള്ള റിസൾട്ടാണ് നമുക്ക് വന്നതെന്ന്. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നോക്കിയാൽ കാണാം നമുക്ക് 0 മുതൽ 20 വരെയുള്ള ID നമുക്ക് എങ്ങനെയാണോ ഇവിടെ വേണ്ടത് 0 മുതൽ 20 വരെയുള്ള പോയിൻറ്റിൻ്റെ ലാൻഡ് മാർക്സിൻ്റെ ID നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് X ലഭിച്ചിട്ടുണ്ട്, Y ലഭിച്ചിട്ടുണ്ട്.
സെഡും ലഭിച്ചിട്ടുണ്ട്. സെഡ് നമ്മൾ ബേസിക്കലി ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല. സോ ഇപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം ലഭിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ലഭിക്കേണ്ടത് ഇതിനെ നമുക്ക് ഇതുപോലെ ഒരു ലിസ്റ്റിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യണം. സോ ഇനി നമ്മളിവിടെ മെയിൻലി ചെയ്യാൻ പോകുന്നത് ഈ നോർമലൈസ് ചെയ്ത വാല്യൂവിനെ നമ്മുടെ ഈ ഒരു ഫ്രെയിമിൻ്റെ വാല്യൂയിലോട്ട് മാറ്റണം. ഇപ്പോൾ ഫ്രെയിം 0ക്കും 1നും ഇടയിലാണ് നമുക്ക് ലഭിക്കുക. 0ക്കും 1നും ഇടയിലാണ് നമുക്ക് ലഭിക്കുക. അതിനെ നമുക്ക് ഒറിജിനൽ ഫ്രെയിം സൈസിലോട്ട് മാറ്റണം. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് മാറ്റാം. സോ അത് നമ്മൾ ചെയ്യേണ്ടത് ഈ പ്രിൻ്റ് നമുക്ക് തൽക്കാലം ഇവിടെ കമൻറ്റ് ചെയ്യാം. താഴെ വന്നതിന് ശേഷം നമുക്ക് ഒരു ഇമേജിൻ്റെ ഷേപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ ഹൈറ്റ് ഉണ്ടായിരിക്കും, അതുപോലെ വിഡ്ത്ത് ഉണ്ടായിരിക്കും, അതുപോലെ അതിൻ്റെ ചാനൽ എത്ര ചാനൽ ഉണ്ടായിരിക്കും. ഇത് നമ്മൾ നമ്പർ പഠിച്ച സമയത്ത് പഠിച്ചതാണ്. സോ ഇത് നമ്മൾ img.shape എന്ന് പറയുന്ന ആ ഒരു മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ നമ്മുടെ ഫ്രെയിമിൻ്റെ ഹൈറ്റും വിഡ്ത്തും ചാനലും ലഭിച്ചു കഴിഞ്ഞു. ചാനൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല. സോ ഹൈറ്റും വിഡ്ത്തും ലഭിച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് നമ്മുടെ ഒറിജിനൽ ഫ്രെയിമിൻ്റെ ഹൈറ്റിലോട്ടും വിഡ്ത്തിലോട്ടും നമ്മൾ മാറ്റണമെങ്കിൽ സോ ഇതിനെ നമുക്ക് മറ്റൊരു രണ്ട് വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാം. CX, CY എന്ന് പറയുന്ന രണ്ട് വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാം. സോ ഇത് നമ്മൾ ഇൻറ്റിജറിലോട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ lm.x ഇൻറ്റു w വിഡ്ത്തുമായി നമ്മുടെ ഇമേജിൻ്റെ വിഡ്ത്തുമായി നമ്മൾ lm.xൻ്റെ വാല്യൂവിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതുപോലെ രണ്ടാമത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് അതിൻ്റെ ഹൈറ്റാണ്. സോ നമ്മൾ ഇൻറ്റ് lm.y ഇൻറ്റു അതിൻ്റെ ഹൈറ്റ് നമ്മൾ h-ലാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. h. സോ ഇവിടെ സംഭവിക്കുന്നത് നമ്മളിവിടെ ഒന്ന് നോക്കിയാൽ കാണാം. സോ നമുക്കിവിടെ x നമുക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും, x-ഉം y-യും നമുക്കിതുപോലെ ലഭിക്കുന്നതായിരിക്കും. സോ ഉദാഹരണമായി ഇതിൻ്റെ ഒറിജിനൽ ഫ്രെയിം വിഡ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് 500 പിക്സലാണെന്ന് കരുതുക. സോ 500 ഇൻറ്റു 1 x-നെ 1 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 1 എന്ന് പറയുന്നത് ഈ പോയിൻ്റ് ആയിരിക്കും. സോ നമുക്ക് കംപ്ലീറ്റ് 500 ലഭിക്കും. സോ ഇതൊരു മധ്യഭാഗത്താണെങ്കിൽ നമുക്ക് 0.5 ആയിരിക്കും ലഭിക്കുക. സോ 0.5 ഇൻറ്റു 500 നമുക്ക് 250 ലഭിക്കും. ഈ ഒരു രീതിയിൽ നമ്മുടെ ഒറിജിനൽ സൈസിലോട്ട് ഇതിനെ കൺവേർട്ട് ആവുന്നതായിരിക്കും. സോ lm.x എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കിവിടെ x കാണാൻ സാധിക്കും, അതുപോലെ y കാണാൻ സാധിക്കും. ഈ ഒരു പോയിൻ്റാണ് x, അതുപോലെ y. സോ നമ്മൾ ഇവിടെ എനുമറേറ്റ് ചെയ്തപ്പോൾ നമ്മളത് lm-ൽ സ്റ്റോർ ചെയ്തിരുന്നു. സോ നമ്മൾ lm.x, lm.y-മായി അതിൻ്റെ വിഡ്ത്തിനെയും ഹൈറ്റിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അതിനുശേഷം നമുക്ക് നമ്മുടെ മുകളിലെ ലിസ്റ്റിലോട്ട് ഇതിനെ ആഡ് ചെയ്യാം. സോ അതിന് നമ്മൾ ചെയ്യേണ്ടത് lm_list.append എന്ന് പറയുന്ന മെത്തേഡാണ്. ലിസ്റ്റുമായി ബന്ധപ്പെട്ട മെത്തേഡാണ്. നമ്മൾ ലിസ്റ്റിലോട്ട് ഒരു വാല്യൂ ആഡ് ചെയ്യുന്നതിന് ഇതിനുള്ളിൽ നമ്മൾ 2 റൗണ്ട് ബ്രാക്കറ്റ് കൊടുക്കുക. സോ ഉള്ളിലത്തെ റൗണ്ട് ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ ID, നമുക്ക് ആദ്യം വേണ്ടത് ID ആണ്. അതിനുശേഷം നമുക്ക് നമ്മുടെ x കോർഡിനേറ്റ്സ് വേണം. നമ്മളിവിടെ CX കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് വേണ്ട നമ്മുടെ y കോർഡിനേറ്റ്സ് ആണ്. നമ്മളിവിടെ CY കൊടുക്കുന്നു. ഇത്രയും കൊടുത്ത ശേഷം നമ്മൾ നമ്മുടെ പ്രിൻറ്റ് lm ലിസ്റ്റ് പ്രിൻറ്റ് ചെയ്യാം. നമ്മൾ ഇപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഒരു empty ലിസ്റ്റ് ആയിരുന്നു. സോ ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് നോക്കാം. സോ നമ്മൾ മുകളിൽ lm ലിസ്റ്റ് നമ്മൾ ഒരു empty ലിസ്റ്റ് ഡിക്ലെയർ ചെയ്തിരുന്നു. സോ നമ്മൾ പ്രിൻറ്റ് lm ലിസ്റ്റ്. സോ നമുക്കൊന്നും കൂടി നമ്മുടെ പ്രോഗ്രാം നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കേണ്ടത് ഈ ഒരു രീതിയിലാണ്. ഒരു ലിസ്റ്റിനുള്ളിൽ അതിനുള്ളിൽ മറ്റു ചെറിയ ഒരുപാട് ലിസ്റ്റുകളുണ്ടായിരിക്കും. ഓരോ ഐഡിയും അതിൻ്റെ x കോർഡിനേറ്റ്സും y കോർഡിനേറ്റ്സും ഉണ്ടായിരിക്കും. ഓരോ പോയിൻറ്റിൻ്റെയും x കോർഡിനേറ്റ്സും y കോർഡിനേറ്റ്സും ഉണ്ടായിരിക്കും. സോ നമുക്ക് നമ്മുടെ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് നോക്കാം. സോ നമ്മൾ നമ്മുടെ ഹാൻഡ് കാണിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നമ്മുടെ ലിസ്റ്റ് ഇതുപോലെ ജനറേറ്റ് ആവുന്നുണ്ട്. നമുക്ക് തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയ റിസൾട്ട് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. റിസൾട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലിസ്റ്റ് ലഭിച്ചിട്ടുണ്ട്. ആ ലിസ്റ്റിൽ നമ്മുടെ 0 മുതൽ 20 വരെയുള്ള പോയിൻ്റ് ഉണ്ട്. അതിൻ്റെ x കോർഡിനേറ്റ്സും ഉണ്ട്, y കോർഡിനേറ്റ്സും ഉണ്ട്. സോ നമ്മളിവിടെ കൊടുത്ത പോലെ 0 മുതൽ 20 വരെയുള്ള പോയിൻ്റ് ഉണ്ട്. അതിൻ്റെ x കോർഡിനേറ്റ്സും ഉണ്ട്, y കോർഡിനേറ്റ്സും ഉണ്ട്. സോ നമുക്കിപ്പോൾ വേണ്ട കാര്യം നമ്മുടെ ലാൻഡ്മാർക്ക് ലിസ്റ്റ് നമുക്ക് എങ്ങനെയാണ് വേണ്ടത് ആ രീതിയിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സോ നമുക്ക് ജസ്റ്റ് ഇനി ചെയ്യേണ്ടത് ഈ ഫംഗ്ഷനുള്ളിൽ വന്നതിന് ശേഷം ഫംഗ്ഷനുള്ളിൽ വന്നതിന് ശേഷം നമുക്ക് റിട്ടേൺ lm ലിസ്റ്റ് നമുക്ക് റിട്ടേൺ ചെയ്യാം. തൽക്കാലം ഈ പ്രിൻ്റ് ചെയ്യുന്നത് നമുക്ക് കമൻറ്റ് ചെയ്യാം, താഴെ വരാം. സോ നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ lm ലിസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് ഈ ഫംഗ്ഷനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം നമുക്കിവിടെ ഒരു if സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം. if lm ലിസ്റ്റ് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ പ്രിൻറ്റ് lm ലിസ്റ്റ് നമ്മുടെ വൈൽ ലൂപ്പിനുള്ളിൽ നമ്മൾ പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി. പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലിസ്റ്റ് ലഭിക്കുന്നുണ്ട്. സോ നമ്മുടെ പ്രോഗ്രാം സക്സസ്ഫുള്ളി വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ നമുക്ക് 21 പോയിൻറ്റ്സും അതിൻ്റെ XY കോർഡിനേറ്റ്സും നമുക്ക് ലഭിച്ചു കഴിഞ്ഞു.
സോ അതുപോലെ നമ്മളിപ്പോൾ ഡ്രോയിങ് നമ്മുടെ ഇമേജിൻ്റെ ഇതുപോലെ ഡ്രോയിങ് നമ്മൾ കൊടുത്തിട്ടില്ല, ഇതിന് മുകളിൽ ഇതുപോലെ നമ്മൾ ഡ്രോ ചെയ്തിട്ടില്ല. അത് ചെയ്യണമെങ്കിൽ നമ്മൾ താഴെ വരാം. താഴെ വന്നതിന് ശേഷം നമ്മളിവിടെ ഈഫ് ഡ്രോ നമ്മൾ ട്രൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് ഡ്രോയിങ് എന്ന് പറയുന്ന ആ ഒരു മോഡ്യൂൾ നമുക്ക് ആക്സസ് ചെയ്യാം. ഡ്രോ ലാൻഡ്മാർക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. സോ ഇതിനുള്ളിൽ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ഇമേജാണ്. നമ്മുടെ ഇമേജ് കൊടുക്കണം. അതുപോലെ രണ്ടാമതായി കൊടുക്കേണ്ടത് ലാൻഡ്മാർക്സ് ആണ്. സോ നമ്മുടെ ലാൻഡ്മാർക്സ് ലിസ്റ്റ് നമ്മൾ ലാൻഡ്മാർക്സ് എന്ന് പറയുന്ന അതിലായിരുന്നു വേരിയബിളായിരുന്നു സ്റ്റോർ ചെയ്തിരുന്നത്. മൂന്നാമതായി കൊടുക്കേണ്ടത് നമുക്ക് അതിൻ്റെ ഈ കണക്ഷൻ ഡ്രോ ചെയ്യുന്നതിന്, ഈ ഒരു കാര്യങ്ങൾ ഡ്രോ ചെയ്യുന്നതിന് നമ്മൾ എം പി ഹാൻഡ്സ് ഡോട്ട് ഹാൻഡ് കണക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു വാല്യൂ കൂടി സെലക്ട് ചെയ്യുക. സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹാൻഡ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അതിന് മുകളിൽ ഡ്രോ ചെയ്ത രീതിയിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഹാൻഡ് കണക്ഷൻസിൽ നമുക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. സോ നമ്മളിവിടെ വന്നതിന് ശേഷം ഒരു എസ് കൂടിയിട്ടുണ്ട്, അത് മാറ്റിയതിന് ശേഷം സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ നമ്മുടെ കൈന് മുകളിൽ ഇതുപോലെ എല്ലാ ലാൻഡ്മാർക്സും നോട്ട് ചെയ്തിട്ടുള്ള 21 ലാൻഡ്മാർക്സ് നോട്ട് ചെയ്തിട്ടുള്ള ഡ്രോ ചെയ്തിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഇതിന് വേണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ ഫാൾസ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ട്രൂ എന്നുള്ളത് ഫാൾസ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ആ ഒരു ഡ്രോ ചെയ്യുന്നത് നമുക്ക് കാണിക്കുന്നതായിരിക്കില്ല. സോ റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ അത് നമ്മൾ ഫാൾസ് ആക്കിയോണ്ട് കാണിക്കുന്നില്ല. സോ നമുക്ക് ട്രൂ ആക്കിയതിന് ശേഷം ഒന്നുകൂടി റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ട്രൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ ഡ്രോയിങ് നമുക്കിതുപോലെ കാണിക്കുന്നതായിരിക്കും. സോ ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പും കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് നമ്മുടെ കൗണ്ട് ചെയ്യുന്നത്. നമ്മുടെ ഒരു വിരൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലോട്ടായി കഴിഞ്ഞാൽ നമുക്കത് കൗണ്ട് ചെയ്യണം. അതെങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. സോ കൗണ്ട് ചെയ്യുന്നതിൻ്റെ ലോജിക് എന്ന് പറയുന്നത്, സോ നമുക്ക് നമ്മുടെ ഓരോ പോയിന്റും അതിൻ്റെ XY കോർഡിനേറ്റ്സ് നമുക്കിപ്പോൾ ലഭിച്ചു കഴിഞ്ഞു. സോ ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം നമ്മുടെ ഈ ഒരു ഇൻഡെക്സ് ഫിംഗറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, സോ ഈ ഒരു വിരലാണ് നമ്മൾ ഉയർത്തുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? സോ ആ ഒരു ലോജിക്കാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. സോ നമുക്കിതിൻ്റെ മുകളിലെ പോയിന്റ്, ടിപ്പിലെ പോയിന്റ് 8 ആണ്. സോ അതിൻ്റെ താഴെയുള്ള പോയിന്റ് 6 ആണ്. നമുക്കിതിൻ്റെ ആക്സ് എന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴോട്ടാണ്, അതുകൊണ്ട് തന്നെ Y ആക്സ് ആണ്. സോ നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ 8 പോയിന്റിൻ്റെ Y കോർഡിനേറ്റ്സ് 6ാമത്തെ പോയിന്റിൻ്റെ Y കോർഡിനേറ്റ്സിനേക്കാളും കുറവാണെങ്കിൽ, സോ നമുക്കറിയാം Y ആക്സിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുകളിൽ നിന്നാണ്. സോ അതുകൊണ്ട് തന്നെ 8ൻ്റെ വാല്യൂ കുറവായിരിക്കും 6നേക്കാളും നമ്മുടെ കൈ ഉയർത്തിപ്പിടിക്കുകയാണെങ്കിൽ. സോ നമുക്കത് ആ ഒരു കണ്ടീഷൻ ഇങ്ങനെ കൊടുക്കാം. 8ൻ്റെ Y കോർഡിനേറ്റ്സ് 6ൻ്റെ Y കോർഡിനേറ്റ്സിനേക്കാളും മുകളിലാണെങ്കിൽ നമുക്കിത് ഈ ഒരു വിരൽ ഉയർന്നു നിൽക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെയാണ് ബാക്കി എല്ലാ വിരലുകളുടെയും അവസ്ഥ. നടുവിരലാണെങ്കിൽ നമുക്ക് 10ൻ്റെ Y വാല്യൂവിനേക്കാൾ 12 കൂടുതലാണെങ്കിൽ നമുക്ക് അത് ആ ഒരു ഫിംഗർ നമുക്ക് അപ്പാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ മറ്റു ഫിംഗറിൻ്റെയും Y കോർഡിനേറ്റ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓരോ പോയിന്റിൻ്റെയും Y കോർഡിനേറ്റ്സ് മറ്റു പോയിന്റിനേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് ആ ഒരു ഫിംഗർ അപ്പാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെയാണ് നമ്മൾ ഈ 4 വിരലുകൾ ചെയ്യുന്നത്. സോ ഈ 5ാമത്തെ നമ്മുടെ തം ഫിംഗറിൻ്റെ ചെറിയൊരു വ്യത്യാസമുണ്ട്. തം ഫിംഗർ നമുക്കൊരു ചെരിഞ്ഞ രീതിയിലാണ് നിൽക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ 4 എന്ന് പറയും പോയിന്റിൻ്റെ X ആക്സിസ് 2 എന്ന് പറയുന്ന പോയിന്റിൻ്റെ X ആക്സിനേക്കാൾ കുറവാണെങ്കിൽ, സോ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, കുറവാണെങ്കിൽ നമുക്കത് അപ്പാണെന്ന രീതിയിൽ കണക്കാക്കാം. സോ ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പോയിന്റ്, നമ്മുടെ ഇൻഡെക്സ് ഫിംഗറിൻ്റെ ഈ ഒരു പോയിന്റിനേക്കാളും മുകളിലാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫിംഗർ അപ്പാണെന്ന് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പാണെന്ന് പറയാൻ സാധിക്കും. അതുപോലെയാണ് ബാക്കി എല്ലാ ഫിംഗറും. അതിൻ്റെ മുകളിലെ പോയിന്റ് നമ്മുടെ താഴെയുള്ള ഈ പോയിന്റിനേക്കാളും മുകളിലാണെങ്കിൽ അതിനർത്ഥം അതിൻ്റെ Y ആക്സിസ് ഇതിൻ്റെ Y ആക്സിനേക്കാളും കുറവാണെങ്കിൽ നമുക്കത് അപ്പായിരിക്കും. അതുപോലെ നമ്മുടെ തം ഫിംഗറിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ടാണ് പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ X ആക്സിസ് ആണ് കൊടുക്കുന്നത്. X ആക്സിസ് ഈ പോയിന്റിൻ്റെ X ആക്സിനേക്കാളും കുറവാണെങ്കിൽ നമ്മളത് അപ്പാണെന്ന രീതിയിൽ കണക്കാക്കുന്നതായിരിക്കും. സോ നമ്മൾ ഇത്രയും ഭാഗം എത്തിക്കഴിഞ്ഞാൽ നമുക്കത് അപ്പാവുന്നതായിരിക്കും. ഇങ്ങോട്ടാണെങ്കിൽ അത് ഡൗൺ ആവുന്നതായിരിക്കും. ഈ ഒരു ലോജിക്കാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. സോ ആ ഒരു സ്റ്റെപ്പ് നമ്മൾ മറ്റൊരു ഫംഗ്ഷനായിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ 3ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ക്യാമറ സെറ്റപ്പ്, ലാൻഡ്മാർക്ക്, ഗെറ്റ് ലാൻഡ്മാർക്ക്, 3ാമത് ഫിംഗർ കൗണ്ടിങ്.
സോ ഇവിടെ നമ്മളൊരു മറ്റൊരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്നു. ഫിംഗർ കൗണ്ട് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്നു. സോ ഇതിനുള്ളിലോട്ട് നമ്മൾ കൊടുക്കുന്ന ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് LM ആണ്. LM നമുക്ക് ഇതിനോട്ട് പാസ് ചെയ്യേണ്ടതുണ്ട്. സോ ഇപ്പോൾ നമ്മളിതിനുള്ളിൽ നമ്മൾ കൗണ്ട് എന്ന് പറയുന്ന മറ്റൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ഇതിൻ്റെ വാല്യൂ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 0 കൊടുക്കുന്നതായിരിക്കും. ഇതിലാണ് നമ്മുടെ ആ ഒരു വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് if കണ്ടീഷൻ കൊടുക്കുന്നു. if LM ലിസ്റ്റിലെ ID എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ നോക്കിയാൽ കാണാം, നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ ഉണ്ട് നോക്കാം. ID 8 ആണ്. 8ൻ്റെ y എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയത് ഈ ഒരു രീതിയിലാണ്. ഓക്കെ, ഈ ഒരു രീതിയിലാണ്. സോ ഈ ഒരു ലിസ്റ്റിൽ ആദ്യത്തേത് ID ആണ്. ഓക്കെ, 0. രണ്ടാമത്തേത് x ആക്സിസ് ആണ്. സോ അതിൻ്റെ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. മൂന്നാമത് y ആക്സിസ് ആണ്. അതിൻ്റെ ഇൻഡെക്സ് നമ്പർ പറയുന്നത് 2 ആയിരിക്കും. സോ നമുക്ക് ഈ ഒരു y ആക്സിസിൻ്റെ y കോർഡിനേറ്റ് നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ ലിസ്റ്റ് കൊടുത്തതിന് ശേഷം, ലിസ്റ്റിൻ്റെ ഇൻഡെക്സ് നമ്പർ കൊടുത്തതിന് ശേഷം അതിൻ്റെ y ആക്സിസിൻ്റെ ഇൻഡെക്സ് നമ്പർ 2 കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്കത് ആ ഒരു കോർഡിനേറ്റ് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ നമ്മുടെ LM ലിസ്റ്റ് നമ്മുടെ പോയിൻറ്റ് 8 ആയിരുന്നു. 8 എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ ആണ്. 8 ആയിരുന്നു. സോ അതിൻ്റെ y ആക്സിസ്, സോ നമ്മൾ അതിൻ്റെ y ആക്സിസിൻ്റെ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, 2 ആണ്. ലെസ് ദാൻ LM ലിസ്റ്റ് ആറാമത്തെ പോയിൻറ്റിൻ്റെ നമ്മളിവിടെ 6 എന്ന് കൊടുക്കുന്നു. LM ലിസ്റ്റ് 6ൽ അതിൻ്റെ y ആക്സിസ് 2 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആണെങ്കിൽ നമ്മൾ ഈ കൗണ്ടിനോട് കൂടി നമ്മൾ കൗണ്ട് പ്ലസ് ഈക്വൽ ടു 1 ആഡ് ചെയ്യുന്നതായിരിക്കും. ഈ കൗണ്ടിനോട് കൂടി നമ്മൾ 1 ആഡ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ താഴെ വന്നതിന് ശേഷം നമ്മൾ ഈ ഒരു കൗണ്ട് എന്ന് പറയുന്ന വാല്യൂ നമ്മൾ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും. റിട്ടേൺ കൗണ്ട്, ഈ വാല്യൂ നമ്മൾ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് താഴെ വരാം. താഴെ വന്നതിന് ശേഷം നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ നമ്മൾ പ്രിൻ്റ് LM ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ തൽക്കാലം കമൻറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് FC എന്ന് പറയുന്ന ഫിംഗർ കൗണ്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു. ഇതിലോട്ട് ഈ ഒരു വേരിയബിളിലോട്ടാണ് നമ്മൾ ഫിംഗർ കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്ത് സ്റ്റോർ ചെയ്യുന്നത്. ഇതിനുള്ളിലോട്ട് നമ്മൾ നമ്മുടെ LM ലിസ്റ്റ് പാസ് ചെയ്യുന്നുണ്ട്. LM ലിസ്റ്റ് ഈസ് ഈക്വൽ ടു LM ലിസ്റ്റ് പാസ് ചെയ്യുന്നുണ്ട്. സോ അതിനുശേഷം നമുക്ക് ഈ ഒരു FC എന്ന് പറയുന്ന വേരിയബിൾ നമുക്ക് വേരിയബിളിലെ വാല്യൂ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുന്നുണ്ടെന്ന് നോക്കാം. സോ നമ്മളുടെ ഇൻഡെക്സ് ഫിംഗർ പൊക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ഇൻഡെക്സ് ഫിംഗറിൻ്റെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ പൊക്കിക്കഴിഞ്ഞാൽ നമുക്ക് 1 ലഭിക്കണം. സോ നമുക്ക് നമ്മുടെ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ നമ്മൾ ഇവിടെ കൈ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് 0 ലഭിക്കുന്നു. നമ്മുടെ കൈ കാണിക്കുമ്പോൾ 0 ലഭിക്കുന്നു. ഇനി ഞാൻ ഇൻഡെക്സ് ഫിംഗർ പൊക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാം എനിക്ക് 1 ലഭിക്കുന്നതായിരിക്കും. സോ അത് നമ്മൾ താഴ്ത്തി കഴിഞ്ഞാൽ എനിക്ക് 0 ലഭിക്കുന്നതായിരിക്കും. ഈ ഭാഗത്ത് നമ്മുടെ ടെർമിനലിൽ നോക്കുക. ടെർമിനൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റിസൾട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഞാനിവിടെ കൊണ്ടുവരുന്നു. നമ്മുടെ ഫിംഗർ അപ്പ് ചെയ്യുന്നു. അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 1 ലഭിക്കുന്നു. താഴ്ത്തി കഴിഞ്ഞാൽ 0 ലഭിക്കുന്നു. സോ ഇതുപോലെ നമ്മൾ ബാക്കിയുള്ള എല്ലാ ഫിംഗറിനും കൂടി നമുക്ക് ആ ഒരു ലോജിക് അപ്ലൈ ചെയ്യാം. മുകളിൽ വരാം. ഇത്രയും ഭാഗം നമുക്ക് താഴോട്ട് കോപ്പി ചെയ്യാം. 1 2 3 4 5 5 തവണ കോപ്പി ചെയ്യേണ്ടതുണ്ട്. സോ നമുക്ക് രണ്ടാമത്തെ ഫിംഗർ എന്ന് പറയുന്നത് 12 10 ആണ്. സോ നമ്മളിവിടെ 12 അതുപോലെ 12ലെ y വാല്യൂ 10ലെ y വാല്യൂവിനേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്കതിനോട് കൂടി ഒന്നുകൂടി കൂട്ടും. മൂന്നാമത് 16 14 ആണ്. സോ മൂന്നാമത് ഫിംഗറിലത് നമ്മുടെ 16 റിംഗ് ഫിംഗർ 16 14 നമ്മൾ കമ്പയർ ചെയ്യുന്നത്. സോ നമ്മളിവിടെ 16 അതുപോലെ ഇവിടെ 14. ഈ ഫിംഗറിൻ്റേത് നമ്മുടെ 20ഉം 18ഉമാണ്. സോ നമ്മളിവിടെ 20 18. സോ നമ്മളൊരു ഈ സ്റ്റേറ്റ്മെൻറ്റ് കൂടിയിട്ടുണ്ട്. അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. സോ നമ്മുടെ തം ഫിംഗറിൻ്റെ നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ x ആക്സിസ് ആണ് കമ്പയർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ 4 2 ആണ് നമ്മുടെ പോയിന്റ്. സോ നമ്മൾ 4 2 കൊടുക്കുന്നു. 4 അതുപോലെ 2. ഇവിടെ നമ്മൾ x ആക്സിസ് ആണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ രണ്ടാമത്തെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, 1 ആയിരിക്കും. ഇവിടെ നമ്മൾ 1 എന്ന് സെലക്ട് ചെയ്യും. 1 ഇത്രയും കൊടുത്തതിന് ശേഷം നമുക്കൊന്നുകൂടി നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യാം. നമുക്ക് നമ്മുടെ ടെർമിനലിൽ നിന്ന് വലുതാക്കി വെക്കാം. സേവ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമ്മൾ ഇവിടെ നമ്മുടെ കൈ ഇപ്പോൾ എല്ലാം നമ്മൾ ക്ലോസ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. സോ നമ്മൾ ഇൻഡെക്സ് ഫിംഗർ മാത്രം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 ലഭിക്കും. രണ്ടാമത് കൂടി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 2 3 4 നമ്മൾ 5ഉം നമ്മൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് 5 ലഭിക്കും. 5ഉം ക്ലോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് 0 ലഭിക്കും. എത്ര ഫിംഗറാണ് നമ്മൾ പൊക്കി വെക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും.
ഓക്കെ, ഇപ്പോൾ എല്ലാം നമുക്ക് സക്സസ്ഫുള്ളി പ്രവർത്തിക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമുക്കതിനെ നമ്മുടെ ആ ക്യാമറയ്ക്ക് മുകളിൽ കൊടുക്കേണ്ടതുണ്ട്. ക്യാമറയ്ക്ക് മുകളിൽ നമുക്കതിനെ ഒന്ന് എഴുതി കാണിക്കേണ്ടതുണ്ട്. സോ അത് മാത്രമേ ചെയ്യാനുള്ളൂ. നമുക്ക് തൽക്കാലം ഈ ഒരു പ്രിൻ്റ് എന്ന് പറയുന്ന സംഭവം നമുക്ക് ഈ ഒരു പ്രിൻ്റ് ചെയ്യുന്ന ഭാഗവും നമുക്ക് കമൻറ്റ് ചെയ്യാം. സോ നമുക്ക് ഇനി നമ്മുടെ ക്യാമറയുടെ മുകളിൽ തന്നെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കാം. അതെങ്ങനെ ചെയ്യിക്കാമെന്ന് നോക്കാം. സോ അതിന് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ആദ്യം ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കണം, ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് റെക്റ്റാങ്കിൾ. അതിനുശേഷം അതിനുള്ളിൽ നമ്മൾ നമ്മുടെ എത്രയാണ് നമുക്ക് ലഭിക്കുന്ന വാല്യൂ, FCയുടെ വാല്യൂ നമുക്ക് ഷോ ചെയ്യിക്കണം. സോ നമുക്ക് ആദ്യം റെക്റ്റാങ്കിൾ വരക്കാം. CV ഡോട്ട് റെക്റ്റാങ്കിൾ. ഞാൻ ഓൾറെഡി എല്ലാ പോയിൻറ്റും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഞാനിവിടെ റെക്റ്റാങ്കിൾ വരക്കുന്നത് ഫ്രെയിം എന്ന് പറയുന്ന ഫ്രെയിമിന് മുകളിലാണ്. ഓക്കെ, നമ്മുടെ ഈ ഒരു ഫ്രെയിമിന് മുകളിലാണ് നമ്മൾ വരക്കുന്നത്. നമ്മൾ ഷോ ചെയ്യിക്കുന്നത് ഫ്രെയിമാണ്, അതുകൊണ്ട് തന്നെ അതിന് മുകളിലാണ് നമ്മളത് ആ ഒരു റെക്റ്റാങ്കിൾ വരക്കുന്നത്. സോ ഫ്രെയിം കോമ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് നമ്മൾ 400, 10, രണ്ടാമത്തെ പോയിൻ്റ് നമുക്ക് 600, 250 കൊടുക്കാം. 600, 250 ഇതൊരു ബ്രാക്കറ്റിനുള്ളിൽ തന്നെ കൊടുക്കുക. 600, 250. മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് നമുക്ക് കളറാണ്. സോ കളർ നമ്മൾ ബ്ലാക്ക് ആണ് കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ 0, 0, 0 3 വാല്യൂ BGR വാല്യൂ നമ്മൾ 0 തന്നെ കൊടുക്കുന്നു. അവസാനമായി നമുക്കത് ഫില്ല് ചെയ്യണം. സോ അതുകൊണ്ട് നമ്മൾ -1 എന്ന് പറയുന്ന വാല്യൂ ആണ് കൊടുക്കുന്നത്. -1 കൊടുത്തു കഴിഞ്ഞാൽ ഫില്ലാവുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് നമ്മുടെ വാല്യൂ അതിനുള്ളിൽ കൊടുക്കാം. സോ നമ്മളിവിടെ പുട്ട് ടെക്സ്റ്റ് എന്ന് പറയുന്ന മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ നമ്മൾ OpenCV പഠിച്ച കാര്യങ്ങളാണ്. പുട്ട് ടെക്സ്റ്റിനുള്ളിൽ നമ്മൾ കൊടുക്കുന്നത് ഇത് നമ്മൾ കൊടുക്കുന്നത് ഫ്രെയിമിന് മുകളിലാണ്. ഫ്രെയിം കോമ. സോ നമ്മുടെ ടെക്സ്റ്റ് എന്ന് പറയുന്നത് സ്ട്രിങ് ആയിട്ട് കൊടുക്കണം. സോ നമ്മളിവിടെ STR സ്ട്രിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം STR ഇൻറ്റു ഇതിനുള്ളിൽ നമ്മൾ നമ്മുടെ FC എന്ന് പറയുന്ന ഫിംഗർ കൗണ്ട് എന്ന് പറയുന്ന ഈ ഒരു വാല്യൂ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ടത് പോയിൻറ്റ്സ് ആണ്. സോ നമ്മൾ 400, 250 കൊടുക്കാം. 400, 250. അതിനുശേഷം നമ്മുടെ ഫോണ്ട് ഫേസ് ആണ്. ഫോണ്ട് ഫേസ് നമ്മൾ CV ഡോട്ട് ഫോണ്ട് ഫേസ് ഹെർഷേപ്പ് പ്ലെയിൻ കൊടുക്കാം. ഹെർഷേപ്പ് പ്ലെയിൻ. അവസാനം നമുക്ക് ഫോണ്ട് സ്കെയിലാണ് കൊടുക്കുന്നത്. ഫോണ്ട് സ്കെയിൽ നമ്മളൊരു 20 കൊടുക്കാം. ഫോണ്ട് സ്കെയിൽ, അത് ഫോണ്ട് സൈസാണ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം നമുക്ക് കളറാണ്. കളർ നമുക്ക് യെല്ലോ ആണ് കൊടുക്കുന്നത്. സോ നമ്മൾ ബ്ലൂ 0, ഗ്രീനും റെഡും നമുക്ക് 255. ഗ്രീൻ റെഡ് 255. അവസാനമായി തിക്നെസ് ആണ്. തിക്നെസ് നമുക്കൊരു 30 കൊടുക്കാം. ഇത്രയും കൊടുത്ത ശേഷം നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമുക്ക് ഡ്രോ ചെയ്യുന്ന ഭാഗം കൂടി നമുക്ക് ഫാൾസ് ചെയ്യാം. നമുക്ക് ഇനിയിപ്പോൾ ഡ്രോ ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ട്രൂ ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ തൽക്കാലം അത് നമുക്ക് ഫാൾസ് ആയി കൊടുക്കാം. സേവ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈ കാണിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അവിടെ എത്ര വിരലാണോ നമ്മൾ പൊക്കി പിടിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു വാല്യൂ നമുക്ക് ലഭിക്കുന്നതായിരിക്കും, മുകളിലൂടെ ലഭിക്കുന്നതായിരിക്കും. സോ ഞാൻ ഓരോ ഫിംഗറും ഇതുപോലെ പൊക്കുകയാണ്. 1, 2, 3, 4, 5. ഓക്കെ, 4 ഇതിങ്ങോട്ടായാൽ മാത്രമേ നമ്മൾ ആ എക്സ് ആക്സിസ് കൊടുത്തത് കൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ഈ രീതിയിലായാൽ മാത്രമേ നമുക്കത് 4 ആവുകയുള്ളൂ. 3, 2, 1, 0, 5, 0, 2. സോ ഈ രീതിയിലാണ് നമ്മുടെ പ്രോഗ്രാം പ്രവർത്തിക്കുന്നത്. സോ നിങ്ങൾക്കിതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.